Toon Bells. ഒരു പേടിയുമില്ലാതെ എന്റെ മുന്നിലാണോ നിന്റെ കളി? നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട്. ഒരിടത്ത് നല്ല തടിയനായൊരു കുരങ്ങൻ താൻ തന്നെ അവിടുത്തെ രാജാവെന്ന ഭാവത്തിൽ കാലിന്മേൽ കാല് കയറ്റിവെച്ച് ചുറ്റും നോക്കി എല്ലാവരുടെയും എല്ല് ഞാൻ ഒടിക്കും. La 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 la. La 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 la. അപ്പോഴാണ് ഒരു അണ്ണാറക്കണ്ണൻ പാട്ടുപാടി തുള്ളിച്ചാടി വന്നത്. അണ്ണാനെ കണ്ടപ്പോൾ ഇത്രയും വലിയ കട്ടൗട്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പേടിയുമില്ലാതെ എന്റെ മുന്നിലാണോ നിന്റെ കളി? നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട്. കുരങ്ങൻ അണ്ണാന്റെ നേരെ നോക്കി. 3 പരിപ്പുള്ള നിലക്കടല. നാളത്തെ അണ്ടിപ്പരിപ്പാണ് ഈ കടലകൾ. ഇതിനെ പള്ളിയെന്നോ കടലയെന്നോ എന്ത് പേര് വിളിച്ചാലും രുചി ഒന്ന് തന്നെയാണ്. തിന്നു തുടങ്ങിയാൽ നിർത്താൻ കഴിയില്ല. അണ്ണാൻ ആ കപ്പലണ്ടിയെടുത്ത് തന്റെ മാളത്തിൽ ഒളിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ ഏയ്, ഇങ്ങോട്ട് വാ. അണ്ണാൻ ചാടി ചാടി കുരങ്ങന്റെ അടുത്തേക്ക് ചെന്നു. എല്ല് ഞാൻ ഒടിക്കും. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? എനിക്കറിയില്ലെന്നോ സുഹൃത്തെ. ലെങ്കോ ഒന്ന് കണ്ടുവരാൻ പറഞ്ഞപ്പോ അത് ചുട്ടുകരിച്ചു വന്ന വംശക്കാരല്ലേ നിങ്ങൾ? എന്താ നീ പറഞ്ഞത്? അതെ സുഹൃത്തെ, ഹനുമാൻ സ്വാമി ലനങ്ക കാണാൻ പോയപ്പോൾ അത് ചുട്ടുകരിച്ചാണല്ലോ വന്നത്. നിങ്ങൾ അദ്ദേഹത്തിന്റെ വംശക്കാരാണല്ലോ. കുരങ്ങൻ വലിയ അഹങ്കാരത്തോടെ പറഞ്ഞു. ശരിയാണ്, അതൊക്കെ പോട്ടെ. നീ എന്തിനാ പണിയൊന്നുമില്ലാതെ ഇങ്ങനെ തെണ്ടിത്തിരിയുന്നത്? ഞാൻ വെറുതെ തിരിയുകയല്ല. എന്റെ നാവിൽ പാട്ടുണ്ട്, എന്റെ ഓട്ടത്തിൽ പണിയുണ്ട്. ഞാൻ ഒത്തിരി ഭക്ഷണം ശേഖരിക്കുകയാണ് സുഹൃത്തെ. ഹൂ, ഒത്തിരിയെന്നോ? നീ ഇത്രയല്ലേ ഉള്ളൂ. എടാ കുഞ്ഞണ്ണ, നിനക്കെന്തിനാ ഇത്രയധികം ഭക്ഷണം? എനിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ചേർന്ന് കഴിക്കാം. ആരാണാ എല്ലാവരും? നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ. പാവ ഉറുമ്പുകളുണ്ട്. അവർ ഈ കടലയിൽ തുളയുണ്ടാക്കി ഉള്ളിലെ പരിപ്പ് തിന്നും. ഞാൻ ഈ ഇലകൾ ശേഖരിക്കുന്നത് മുയൽ സുഹൃത്തുക്കൾക്ക് കഴിക്കാനാണ്. അങ്ങനെ എല്ലാവരുടെയും വയർ നിറയും. അവരൊക്കെ ആരാ? ഇവിടെ എല്ലാവരും എനിക്ക് വേണ്ടിയാണ് പണിയെടുക്കേണ്ടത്. എന്നെ സേവിക്കണം. എന്റെ മുന്നിൽ കുനിഞ്ഞു വണങ്ങണം. തെറ്റാണ്, വലിയ തെറ്റാണ്. എന്നെ തെറ്റി പറയുന്നോ നീ? നിന്റെ എല്ല് ഞാൻ ഒടിക്കും. നിന്നെ ഞാനിപ്പോൾ ഞെരിച്ചു കളയും. ഇതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ചിലർ ഗമയെന്നും പറയും. ഏയ്, നീ ഇപ്പോൾ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയോ? നിന്റെയൊക്കെ യോഗ്യത എന്താണ്? സുഹൃത്തെ, സത്യമാണ്. നിങ്ങളുടെ ശക്തിക്ക് മുന്നിൽ ഞാൻ ഒന്നുമല്ല. എങ്കിലും എന്റെ പൂർവികരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ലങ്കയിലേക്ക് പോകാൻ കടലിൽ രാമസേതു നിർമ്മിച്ചപ്പോൾ ഭഗവാൻ ശ്രീരാമൻ എന്നെ എടുത്ത് തലോടിയിരുന്നു. എന്റെ പുറത്തുള്ള ഈ വരകൾ ഭഗവാൻ വരച്ചതാണ്. എന്നിട്ടിപ്പോൾ പൂർവികരുടെ പേരും പറഞ്ഞ് ഗമ കാണിക്കുകയാണോ? ഗമ കാണിക്കാനല്ല സുഹൃത്തെ, സേവനത്തിൽ വിശ്വസിക്കാനാണ്. മറ്റുള്ളവരെ സഹായിക്കാനാണ്. എഹേ, നിന്റെ വെറുതെയിട്ടുള്ള വർത്തമാനം നിർത്ത്. ഇവിടെ എന്റെ വാക്കേ നടക്കൂ. ഞാൻ പറയുന്നത് നീ കേൾക്കണം. എന്റെ മുന്നിൽ ആർക്കും നിൽക്കാൻ കഴിയില്ല. സിംഹമായാലും അതിന്റെ വാല് തിരിക്കാൻ എനിക്ക് ശക്തിയുണ്ട്. ഇനി ഞാൻ പറയുന്നത് നിങ്ങളുടെ ചെവിയിൽ കയറില്ല. എന്തു പറഞ്ഞു? എല്ലാവരെയും ശരിയാക്കുമെന്ന് പറയുന്ന നിങ്ങളോട് ഞാൻ എന്തു പറയാനാണ് സുഹൃത്തെ? സുഹൃത്തല്ല, ഞാനാണ് പ്രഭു. ഞാനാണ് രാജാവ്. ശരി പ്രഭു, എന്നാൽ ഞാൻ പോട്ടെ. പോയിക്കോ. രാത്രി കഴിഞ്ഞ് നേരം വെളുത്തു. കുരങ്ങൻ അപ്പോഴും പഴയ അതേ ഗമയിൽ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എവിടെ നിന്നോ വന്നൊരു കല്ല് കുരങ്ങന്റെ തലയിൽ കൊണ്ടത്. വേദനയോടെ നിലവിളിച്ച് കുരങ്ങൻ താഴെ വീണു. രക്ഷിക്കലേ, ആരെങ്കിലും എന്നെ രക്ഷിക്കലേ. അണ്ണാൻ വേഗം കുരങ്ങന്റെ അടുത്തേക്ക് ഓടി വന്നു. അയ്യോ, ഇതെന്താ സുഹൃത്തെ ഇങ്ങനെ? കണ്ടോ, ഞാൻ ആപത്തിൽപ്പെട്ടപ്പോൾ ഒരാൾ പോലും വന്നില്ല. ആര് വരാനാണ് സുഹൃത്തെ? എല്ലൊടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ പേടിച്ചെല്ലാവരും ഓടും. സേവിക്കാൻ ആര് വരും? കുരങ്ങൻ അണ്ണാനെ നോക്കി. അണ്ണാൻ പറഞ്ഞ സേവനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കുരങ്ങൻ ഓർത്തു. സാരമില്ല, ഞാനുണ്ടല്ലോ, നീ പേടിക്കണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് തളർന്നുപോയ കുരങ്ങന്റെ കാലിൽ അണ്ണാൻ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. തങ്ങൾ തമ്മിൽ നടന്ന കാര്യങ്ങളെല്ലാം കുരങ്ങന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അണ്ണാൻ മുറിവിൽ മരുന്നുവെച്ച് കെട്ടി. ഇപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല, അപകടമൊന്നുമില്ല. കുരങ്ങൻ വളരെ സങ്കടത്തോടെ നോക്കി. 4 ദിവസം കൊണ്ട് നീ പൂർണ്ണ ആരോഗ്യവാനാകും. ഇല്ല, ഞാൻ രക്ഷപ്പെടില്ല.
സി, അങ്ങനെയൊന്നും പറയരുത്. മോശം വർത്തമാനം പറയല്ലേ. എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഇനി എനിക്ക് ആര് ഭക്ഷണം തരും? ഞാൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. നീ എന്തിനാണ് സുഹൃത്തെ എന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്? ഇതാണ് കാര്യം. ഇന്നലെ വരെ നീ പറഞ്ഞത് എല്ലാവരും ശരിയാക്കും എന്നാണ്. ഇന്ന് എന്നെ സുഹൃത്തേ എന്ന് വിളിക്കുന്നു. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും സുഹൃത്തുക്കളാണ്. പരസ്പരം സഹായിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. കുരങ്ങന്റെ കണ്ണുകൾ നിറഞ്ഞു. കൃതജ്ഞതയോടെ കൈകൂപ്പി അവൻ അണ്ണാനെ നോക്കി നിന്നു. തക്കാളി നല്ല തമാശയാ. തക്കാളി നല്ല തമാശയാ. തക്കാളി നല്ല തമാശയാ. ആഹാ, എന്ത് സ്വാദാണിതിന്. കഴിക്കാൻ നല്ല രസമുണ്ട്. ഇത് നവംബർ മാസമായിരുന്നു. ഒരു പുൽച്ചാടി തറയിലിരുന്ന് പുല്ല് തിന്നുകയായിരുന്നു. വാ, എന്തൊരു ജീവിതമാണ്. എന്നും നല്ല പുല്ല് കഴിക്കാം. കൂടാതെ ദിവസം മുഴുവനും നന്നായി ആസ്വദിക്കാം. അവൻ ആവശ്യമുള്ള പുല്ല് തിന്ന് ബാക്കിയുള്ള പുല്ലവൻ തറയിൽ കളഞ്ഞു. അപ്പോഴേക്കും പ്രാവ് വന്ന് അവനോട് പറഞ്ഞു, അല്ല, നീ ഇതെന്തായി ചെയ്യുന്നേ? കഴിക്കാൻ വേണ്ടി പറിച്ച പുല്ലെല്ലാം കളയുന്നോ? ഇപ്പൊ പറിച്ചെടുക്കുന്ന പുല്ലെല്ലാം രാത്രി ആവുമ്പോഴേക്കും ഉണങ്ങും. അതെ, പുല്ലൊക്കെ തനിയെ വളർന്നോളും. ഈ പുല്ലൊക്കെ എണ്ണാനായിട്ട് നീ അത്രത്തോളം അങ്ങ് വളർന്നോ? ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അതും പറഞ്ഞ് പുൽച്ചാടി ആകാശത്തേക്ക് പറന്നു. അവൻ എന്നെ പഠിപ്പിക്കാൻ മാത്രം വളർന്നിരിക്കുന്നു. അങ്ങനെ കുറെ നേരം പറന്നു അവൻ. പറന്നു കഴിഞ്ഞ് താഴെ നോക്കിയപ്പോ ഒരു തക്കാളി അവിടെ ഇരിക്കുന്നതായിട്ട് കാണും. ഇത് കൊള്ളാലോ, തക്കാളി. അവൻ തക്കാളിയുടെ അടുത്തേക്ക് പോയി. അതിനെ കണ്ട സന്തോഷത്തിൽ അവൻ പാട്ട് പാടാൻ തുടങ്ങി. തക്കാളി നല്ല തമാശയാ. തക്കാളി നല്ല തമാശയാ. തക്കാളി നല്ല തമാശയാ. അവൻ പെട്ടെന്ന് തക്കാളിയുടെ പുറത്ത് കയറിയിരുന്ന് അത് കഴിക്കാൻ തുടങ്ങി. ആഹാ, എന്ത് സ്വാദാണിതിന്. കഴിക്കാൻ നല്ല രസമുണ്ട്. പറഞ്ഞ് പാതി തക്കാളി അവൻ തീർത്തിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് 6 ഉറുമ്പുകൾ വന്നു. അയ്യോ, ഇതെന്താ നീ ചെയ്തേ? ഞങ്ങളുടെ തക്കാളി നീ തിന്നോ? നിങ്ങളുടെ തക്കാളിയോ? ഇതിവിടെ നിലത്ത് വീണ് കിടന്നതല്ലേ? അത് കൊള്ളാലോ പുൽച്ചാടി ചേട്ടാ. ഈ തക്കാളി ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവച്ചതാ. എന്റെ കാലിന് വേദന വന്നപ്പോ ഞങ്ങൾക്കിത് പൊക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ 2 സുഹൃത്തുക്കളെയും കൂടെ വിളിക്കാൻ പോയതായിരുന്നു. ഞങ്ങൾ വന്നപ്പോഴേക്കും നിങ്ങൾ ഇത് കഴിച്ചു തീർത്തു. അതെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാനതിന്റെ പകുതി കഴിച്ചല്ലോ. ഇനി ഇതിന്റെ ബാക്കിയുള്ളത് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നോളാം. ഈ തക്കാളി ഇന്നത്തേക്കുള്ള ഭക്ഷണം അല്ലായിരുന്നു. മഞ്ഞുകാലം വരുമല്ലേ. മഞ്ഞുകാലത്ത് ആഹാരം കിട്ടാൻ പാടാണ് ചേട്ടാ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ ഭക്ഷണം ശേഖരിക്കുകയായിരുന്നു. ഞങ്ങളിനി ഈ തക്കാളി കൊണ്ടുപോയാൽ തന്നെ ഇത് ചീഞ്ഞു പോകും ചേട്ടാ. ഞങ്ങൾക്കിത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്താ പറഞ്ഞേ? മഞ്ഞുകാലത്തിന് വേണ്ടി ഇപ്പൊ തന്നെയോ? അതെ, ഞങ്ങൾ മഞ്ഞുകാലത്തേക്ക് വേണ്ടി ഇപ്പൊ തന്നെ ഭക്ഷണം ശേഖരിക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ കൊടും തണുപ്പിൽ ഒരുപാട് ജീവികൾ മരിച്ചുപോയിരുന്നു. എന്നാ ശരി, നിങ്ങൾ എന്നെ തക്കാളിത്തോട്ടത്തിനടുത്തേക്ക് കൊണ്ടുപോ. ഞാൻ ഇതിന് പകരമായിട്ട് 2 തക്കാളി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു തരാം. ഇത് കേട്ട് ഉറുമ്പുകൾക്ക് സന്തോഷമായി. പുൽച്ചാടി എല്ലാവരുടെയും കൂടെ തക്കാളി കൃഷി ചെയ്യുന്ന സ്ഥലത്ത് എത്തി. അവൻ 2 തട്ട് തട്ടി 2 തക്കാളി താഴത്തേക്ക് ഇട്ടു. നോക്കിക്കോ, ഞാൻ ഈ തക്കാളി ഒറ്റയ്ക്ക് എടുത്തു പൊക്കുന്നത്. പുൽച്ചാടി തക്കാളി എടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് അസഫലമായി പോയി. അതേ, ഇതിന് നല്ല ഭാരമുണ്ട്. ഇത് രണ്ടും കൂടി നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ എങ്ങനെ എത്തിക്കാനാ? ഇത് കേട്ടപ്പോ ഉറുമ്പുകൾക്ക് വിഷമമായി. അപ്പോഴേക്ക് പുൽച്ചാടി ഒന്ന് ആലോചിച്ചു. എനിക്കത് എടുത്തു പൊക്കാൻ കഴിയില്ല. പക്ഷേ ഇത് ഉരുട്ടിക്കൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. അതും പറഞ്ഞ് പുൽച്ചാടി കാറ്റത്ത് പറന്ന് അവൻ തക്കാളിയെ പതുക്കെ പതുക്കെ ഉന്താൻ തുടങ്ങി. തക്കാളി ഉരുണ്ടുരുണ്ടു പോകാൻ തുടങ്ങി. ഇത് കൊള്ളാലോ പുൽച്ചാടി ചേട്ടാ. ഇത് നല്ലൊരു ഐഡിയ ആയിരുന്നു. അങ്ങനെ പുൽച്ചാടി തക്കാളിയെ ഉരുട്ടിക്കൊണ്ട് തന്നെ മുമ്പോട്ട് അവരുടെ വീടിന്റെ അടുത്തേക്ക് എത്തിച്ചു. രണ്ടാമത്തത് ഇപ്പൊ തന്നെ കൊണ്ടുവരാം. നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ. അവൻ വീണ്ടും കാറ്റത്ത് പറന്നു. അങ്ങനെ 2ാമത്തെ തക്കാളിയും അവരുടെ അടുത്തേക്ക് ഉരുട്ടിക്കൊണ്ട് കൊണ്ടുവന്നു. നന്ദിയുണ്ട് പുൽച്ചാടി ചേട്ടാ. അത് കണ്ട് ഉറുമ്പ് റാണി പറഞ്ഞു, പുൽച്ചാടി ചേട്ടാ, നിങ്ങൾക്ക് ഈ കാര്യം വളരെ എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങളും മഞ്ഞുകാലത്തേക്ക് ഭക്ഷണം ശേഖരിക്കാൻ തുടങ്ങിക്കോളൂട്ടോ.
ഇപ്രാവശ്യം മഞ്ഞ് നല്ലോണം ഉണ്ടാവുന്നാണ്. ഭൂമിയിലെ ഒരു സ്ഥലം പോലും കാണാൻ പറ്റാതെ ആകും അങ്ങോട്ട്. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടിലേക്കാ പോകുന്നത്. അതെ, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിക്കോ. എനിക്ക് പറന്ന് എവിടെ പോവാനും പറ്റില്ലേ. എനിക്കുള്ള ഫുഡ് എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടും. ഞാൻ എന്തായാലും എനിക്ക് കഴിക്കാനുള്ളതിന്റെ വഴി നോക്കട്ടെ. ഇത് പറഞ്ഞ് പുൽച്ചാടി അവിടുന്ന് പറന്നുപോയി. കുറച്ചു ദിവസം കൊണ്ട് തന്നെ ഉറുമ്പുകൾ ഒരുപാട് ആഹാരം ശേഖരിച്ചു വെച്ചു. അവരെല്ലാരും അവരുടെ വീടിന്റെ അകത്ത് തന്നെ ഇരുന്നു. അപ്പോഴേക്കും കുറച്ച് ഉറുമ്പുകൾ അവിടേക്ക് വന്നു. പൊക്കോ, നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് വേഗം പൊക്കോ. എന്ത്? ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാണ് ഈ ആഹാരമൊക്കെ ശേഖരിച്ചത്? ഇത് ഞങ്ങളുടെ വീടാണ്. ഞങ്ങൾ എന്തിനാണ് ഇത് വിടുന്നത് ഇവിടുന്ന്? നോക്ക്, തണുപ്പ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പോയിക്കോ, ഇല്ലെങ്കിൽ പിന്നെ പോവാനും ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ആണുറുമ്പും പെണ്ണുറുമ്പും വഴക്കിലായി. ആ സമയം പുൽച്ചാടി അവിടുന്ന് പോവുകയായിരുന്നു. അല്ല, ഈ ഉറുമ്പുകളുടെ വീട്ടിൽ നിന്നും എന്താ ഇങ്ങനെ ശബ്ദം കേൾക്കുന്നത്? പുൽച്ചാടി അവരുടെ വീട്ടിലേക്ക് കയറി നോക്കുമ്പോ ആണുറുമ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. എന്തു പറ്റി? നിങ്ങൾ എല്ലാവരും എന്തിനാ ഇങ്ങനെ വഴക്കടിക്കുന്നത്? പുൽച്ചാടി ചേട്ടൻ നോക്ക്, ഈ ഉറുമ്പുകൾ ഞങ്ങളോട് വഴക്കിടാൻ വരികയാണ്. പറയുക ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോണെന്ന്. എന്തിനാ ചേട്ടാ, എന്തിനാ നിങ്ങൾ ഇവിടെ നിന്ന് ഇവരോട് പോവാൻ പറയുന്നത്? ഇത് ഇവരുടെ വീടാണ്. അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം അവരുടെയാണ്. നീ ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് വരണ്ട. നീ നിന്റെ പണി നോക്കിയാ മതി. വേഗം ഇവിടുന്ന് പൊക്കോ, മനസ്സിലായോ? അത് ശരി, ഞാൻ എൻ്റെ പണി നോക്കാനല്ലേ? ശരി, എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പുൽച്ചാടി കാറ്റത്ത് പറഞ്ഞ് ആണുറുമ്പിനെ നല്ല രീതിയിൽ അടിക്കാൻ തുടങ്ങി. അതെ അതെ, ഇവൻ നമ്മുടെ എല്ലും പല്ലും എല്ലാം ഊരിയെടുക്കുന്ന തോന്നുന്നു. പോവാം ചേട്ടാ, പോവാം, നിർത്തൂ. ഇത് പറഞ്ഞപ്പോൾ പുൽച്ചാടി നിന്നു. എല്ലാ ആണുറുമ്പുകൾ അവിടെ നിന്ന് അങ്ങ് പോയി. എന്റെ പുൽച്ചാടി ചേട്ടാ, ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട്. ഇതൊക്കെ എൻ്റെ കടമയല്ലേ. ഞാനെന്നാ പോയി വരാം. അവിടെ നിന്നിറങ്ങി വൈകുന്നേരം വരെ കറങ്ങിക്കൊണ്ടേയിരുന്നു. തണുപ്പ് നന്നായി കൂടുകയും ചെയ്തു. അവന് നല്ല രീതി വിശക്കുന്നുണ്ടായിരുന്നു. പറക്കാനാണെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അല്ല, കണ്ടിട്ട് താഴെ പ്രശ്നമാണെന്ന് തോന്നുന്നു. പുല്ലുകളെല്ലാം മഞ്ഞ് പിടിച്ച് കിടക്കുന്നു. ഇനി ഞാൻ എന്ത് തിന്നും? അവന് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. തണുപ്പ് കാരണം ചിറകുകൾ കോച്ചിപ്പിടിച്ചു. തണുത്ത കാറ്റുകൊണ്ട് മുമ്പോട്ട് പറക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. കാറ്റിന്റെ വേഗത കാരണം ഉറുമ്പിന്റെ വീട്ടിലേക്കാണ് ചെന്നു വീണത്. പുൽച്ചാടിനെ കണ്ട് ഉറുമ്പുകൾ ഞെട്ടിപ്പോയി. അയ്യോ, പുൽച്ചാടി ചേട്ടനാണല്ലോ. ഇദ്ദേഹത്തിന്റെ ഈ അവസ്ഥയ്ക്ക് ആരാ കാരണം? എനിക്ക് തോന്നുന്നത് തണുപ്പ് കാരണം ശരീരം മരവിച്ചെന്ന്. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് തടിക്കഷ്ണം മാറ്റിവെച്ചിട്ടില്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ തീ കത്തിക്ക്. അപ്പോഴേക്കും എന്റെ ആഹാരത്തിൽ നിന്നും പച്ചപ്പുല്ല് വല്ലതും ഉണ്ടോന്ന് ഞാൻ നോക്കട്ടെ. കുറച്ച് ഉറുമ്പുകൾ പുൽച്ചാടിയുടെ മുമ്പിൽ തീ കത്തിച്ചു വെച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉറുമ്പ് റാണി നേരെ അവരെ ആഹാരം ശേഖരിച്ചു വച്ചേക്കണ സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് പേരക്കയുടെ ഇല അവിടെ നിന്ന് പറിച്ചെടുത്ത് നേരെ പുൽച്ചാടിയുടെ അടുത്തേക്ക് വന്നു. ഉറുമ്പുകൾ അപ്പോഴേക്കും പുൽച്ചാടിക്ക് വേണ്ടി തീ കത്തിച്ചിരുന്നു. അവന്റെ കണ്ണുകളും ഒപ്പം തുറന്നിരുന്നു. ഈ തീയുടെ മുമ്പിലിരിക്കുമ്പോൾ നല്ല ആശ്വാസമുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അതിന് നന്ദി എന്തിനാ പറയുന്നേ പുൽച്ചാടി ചേട്ടാ? നിങ്ങളല്ലേ ആണുറുമ്പിത് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളും പുറത്തെ തണുപ്പിൽ പെട്ടുപോവില്ലായിരുന്നോ? പക്ഷെ നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഞാൻ ഭക്ഷണം ശേഖരിച്ചു വെച്ചിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ വിശന്നിരിക്കേണ്ടി വരില്ലായിരുന്നു അല്ലേ? നിങ്ങൾ വിശന്നിരിക്കേണ്ട എന്റെ ചേട്ടാ. ഇന്നാ പച്ചയില തിന്നോ. ഇത് കൊള്ളാലോ. ഇത് പേരക്കയുടെ ഇലയല്ലേ? ഇതെനിക്ക് വളരെ ഇഷ്ടമാണ്. പുൽച്ചാടി പേരക്കിടയിലെ തിന്നാൻ തുടങ്ങി. തീയുടെ മുമ്പിലിരുന്നപ്പോ അവന്റെ തണുപ്പും മാറിക്കിട്ടി. ഇല തിന്ന് അവന്റെ വിശപ്പും അടങ്ങി. അങ്ങനെ അവന്റെ ആരോഗ്യം വീണ്ടും കിട്ടി. അടുത്ത വർഷത്തിൽ ഞാൻ നിങ്ങൾ ഭക്ഷണം ശേഖരിക്കുന്നത് പോലെ ഭക്ഷണം ശേഖരിക്കും. പിന്നെ നിങ്ങളുടെ കൂടെ ഞാൻ ഈ കൂടിനകത്ത് മഞ്ഞുകാലം മുഴുവൻ ചെലവഴിക്കും. ഇത് കേട്ട് ഉറുമ്പുകൾക്ക് സന്തോഷമായി. എന്നിട്ട് എല്ലാരും തീയുടെ മുമ്പിലിരുന്ന് സംസാരിച്ചുകൊണ്ടേയിരുന്നു.